أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه إن الله سميع عليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത്ത് 182. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: എന്നാൽ അതായത് വസിയത്ത് കേട്ടുകഴിഞ്ഞ ശേഷം വല്ലവനും അതിനെ ഭേദഗതി ചെയ്യുന്നതായാൽ അതിൻ്റെ കുറ്റം അത് ഭേദഗതി ചെയ്തവർക്ക് തന്നെയായിരിക്കും. നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. സയ്യിദിന ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു: ഒരാൾ ഒരു വസിയത്ത് നിശ്ചയിക്കുകയും അതിനുശേഷം മറ്റൊരു വ്യക്തി അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുകയും ചെയ്താൽ ആ മാറ്റം വരുത്തിയവൻ്റെ മേലായിരിക്കും എല്ലാ കുറ്റവും വരിക. അതിൻ്റെ പാപം മുഴുവൻ മാറ്റം വരുത്തിയവൻ്റെ മേലായിരിക്കും. ഹുസൂർ പറയുന്നു, ഈ മാറ്റം വരുത്തൽ പ്രധാനമായും 2 രീതിയിൽ സംഭവിക്കാം. ഒന്നാമതായി, വസിയത്ത് നൽകുന്നയാൾ ഒന്ന് പറയുകയും എന്നാൽ അത് എഴുതുന്നയാൾ തൻ്റെ ദുഷ്ടചിന്തയോടെ മറ്റൊന്ന് എഴുതി വയ്ക്കുകയും ചെയ്യുക. അതായത് വസിയത്ത് എഴുതിക്കുന്ന ആളുടെ സാന്നിധ്യത്തിൽ തന്നെ അയാളെ കബളിപ്പിച്ച് വസിയത്തിൽ മാറ്റം വരുത്തി മറ്റൊന്ന് എഴുതി വയ്ക്കുക. രണ്ടാമത്തെ രീതി എന്നത് വസിയത്ത് എഴുതിക്കുന്ന ആൾ മരണപ്പെട്ടതിന് ശേഷം അതിൽ മാറ്റം വരുത്തുക. അതായത് വസിയത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് പ്രവർത്തിക്കാതെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക. ഈ 2 സാഹചര്യങ്ങളിലും അതിൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദി അതിൽ മാറ്റം വരുത്തുന്നവർ മാത്രമായിരിക്കും. ഹുസൂർ പറയുന്നു, ഇവിടെ ഇസ്മുഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പാപത്തിൻ്റെ ശിക്ഷയാണ്. തുടർന്ന് ഹുസൂർ പറയുന്നു, ഈ വാക്കുകൾ ഒരു ഖുർആനിക കൽപ്പനയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അത് വിരാസത്തിൻ്റെ നിയമമാണ്, അനന്തരാവകാശ നിയമമാണ്. അല്ലാത്ത പക്ഷം മാറ്റം വരുത്തുന്നതിൻ്റെ പാപം മാറ്റുന്നവർക്കാണ്, വസിയത്ത് ചെയ്യുന്നവർക്കല്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം വസിയത്തിലെ വിശദാംശങ്ങൾ, അതിലെ നിയമങ്ങൾ ശരീഅത്ത് വിരുദ്ധമാണെങ്കിൽ അത് തിരുത്തുന്നയാൾ ഒരിക്കലും പാപിയാകുകയില്ല. തിരുത്തുന്നയാൾ പാപിയാകണമെങ്കിൽ അവിടെ ശരീഅത്ത് നിയമത്തിൻ്റെ ലംഘനം നടന്നിട്ടുണ്ടാകണം. അപ്പോൾ മാത്രമേ തിരുത്തുന്നയാൾ പാപിയാകുകയുള്ളൂ. അതായത് മരണപ്പെടുന്ന ആൾ തൻ്റെ സ്വത്ത് ഇസ്ലാമിക നിയമപ്രകാരം വീതം വയ്ക്കണമെന്ന് വസിയത്ത് ചെയ്യുകയും എന്നാൽ അനന്തരാവകാശികൾ ആ വസിയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ വസിയത്ത് ചെയ്ത ആൾ പാപത്തിൽ നിന്നും രക്ഷപ്പെടുകയും അതിൽ മാറ്റം വരുത്തിയ അനന്തരാവകാശികൾ പാപികളായി മാറുകയും ചെയ്യും. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.